Yes, welcome to the Academy of Advanced Accounting, and I am Surendran Bethurpara speaking to you. Okay, let us see today the continuation part of financial accounting. Today's topic it is account. What is an account? Each and every transaction has a two aspect according to double entry system. Each and every transaction has a two aspect. Each aspect has an account. ഈച്ച് ആസ്പെക്ട് ഹാസ് ആൻ അക്കൗണ്ട്. ഓരോ ആസ്പെക്റ്റിനും ഓരോ അക്കൗണ്ട് ഉണ്ടാവും. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം ഓരോ ട്രാൻസാക്ഷനും ഓരോ ഇടപാടിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ഓരോ ആസ്പെക്റ്റിനും ഓരോ അക്കൗണ്ട് ഉണ്ടാവും. ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ഓരോ ആസ്പെക്റ്റിനും ഓരോ അക്കൗണ്ട് ഉണ്ടാവും. എങ്കിൽ എന്താണ് അക്കൗണ്ട്? An account is a summary of relevant business transactions at one place relating to a particular head. Summary of relevant business transactions at one place relating to a particular head. ഒരു പ്രത്യേക ഹെഡിന് കീഴിൽ ഒരു പ്രത്യേക ഹെഡുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു പ്രത്യേക ആസ്പെക്റ്റിനെ ഉൾക്കൊള്ളിക്കുന്ന സ്ഥലമാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻ അതിനകത്ത് ഒരു പ്രത്യേക ആസ്പെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആസ്പെക്റ്റിന് ഒരു അക്കൗണ്ട് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷനകത്ത് ഒരേ ആസ്പെക്റ്റ് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ തുടർച്ചയായി വരുന്ന നിരവധി ഒരേ നാച്ചുറൽ ആസ്പെക്റ്റുകളെ ഒന്നിച്ച് ചേർക്കുമ്പോൾ ഒരു ഹെഡിനുള്ളിൽ ചേർക്കുമ്പോൾ അത് അക്കൗണ്ടായിട്ട് മാറുന്നു. അക്കൗണ്ട് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് റിലവന്റ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അറ്റ് വൺ പ്ലേസ്. ഒരൊറ്റ സ്ഥലത്ത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 ട്രാൻസാക്ഷൻ ഒരു ദിവസം സംഭവിച്ചെങ്കിൽ 100 ട്രാൻസാക്ഷനും ഡേ ബുക്കിനകത്ത് കൃത്യമായിട്ട് 1, 2, 3, 4, 5 അങ്ങനെയാണ് എഴുതുക. ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ 100 ട്രാൻസാക്ഷന് മിനിമം 200 ആസ്പെക്റ്റ് ഉണ്ടാവും. ആ 200 ആസ്പെക്റ്റുകളിൽ ഒരു പക്ഷേ 50 ആസ്പെക്റ്റുകൾ ഒരേ നാച്ചുറൽ ഉള്ളതാണെങ്കിൽ, ഒരേ സ്വഭാവമുള്ളതാണ് ഒന്നാണെങ്കിൽ അതിനെ നമ്മൾ ഒരു അക്കൗണ്ടിന് കീഴിലേക്ക് കൊണ്ടുവരും. സപ്പോസ് ഈ 100 ട്രാൻസാക്ഷൻസും ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതിലൊരു ആസ്പെക്റ്റ് ക്യാഷ് ആയിരിക്കും, ഒരാസ്പെക്റ്റ് ക്യാഷ് ആയിരിക്കും. അത് വന്നതാവാം പോയതാവാം. അങ്ങനെയാണെങ്കിൽ 100 ട്രാൻസാക്ഷന് 100 ആസ്പെക്റ്റ് ക്യാഷ് ആസ്പെക്റ്റ് ആണ്. ക്യാഷ് എന്നുള്ളതാണ് 100 ആസ്പെക്റ്റ് ആയിട്ട് വരിക. ഈ 100 ആസ്പെക്റ്റിനെയും ഒരൊറ്റ ഹെഡിന് കീഴിൽ, ദാറ്റ് മീൻസ് ക്യാഷ് അക്കൗണ്ടിന് കീഴിൽ കൊണ്ടുവരാം. സോ വി ക്യാൻ പ്രിപ്പയർ വൺ അക്കൗണ്ട് കോൾഡ് ക്യാഷ് അക്കൗണ്ട് ഫോർ ഇൻക്ലൂഡിങ് ദി എൻറ്റയർ 100 ആസ്പെക്ട്സ് ഓഫ് ദോസ് 100 ട്രാൻസാക്ഷൻസ്. ആ 100 ട്രാൻസാക്ഷൻസിന്റെ 100 ആസ്പെക്റ്റുകളെ റെക്കോർഡ് ചെയ്യാൻ ഒരൊറ്റ അക്കൗണ്ടിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ്. Asset account, if a specific asset is purchased, then that asset aspect is recorded in asset account. അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. എത്രയാണോ നിങ്ങൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഓരോ ആസ്പെക്റ്റും അതിൻ്റെ നാച്ചുറലിനെ ബേസ് ചെയ്തിട്ട് ഒരേ നാച്ചുറൽ ഉള്ളതാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എഴുതുക. അങ്ങനെ പ്രത്യേക സ്ഥലത്തേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ പറയുക ഒരു അക്കൗണ്ട് എന്ന്. ഓക്കെ, ലെറ്റ് us see what are the types of accounts. Okay, we have mainly 3 types of accounts. Number 1, real account. Number 2, personal account. And number 3, nominal account. Real account, personal account and nominal account. What is this real account? Real accounts are the accounts of assets or properties. Real accounts are the accounts of assets or properties. നിങ്ങളുടെ മുഴുവൻ ആസ്തികളുടെയും അസറ്റുകളുടെയും പ്രോപ്പർട്ടികളുടെയും സ്വത്തുക്കളുടെയും അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാൻഡ് നിങ്ങളുടെ അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. പ്ലാന്റ്, മാനുഫാക്ചറിങ് ഫർണസ് വെച്ചോളം പ്ലാന്റ് നിങ്ങളുടെ അസറ്റാണ്. മെഷീനറി നിങ്ങളുടെ അസറ്റാണ്. ഫർണിച്ചേഴ്സ് നിങ്ങളുടെ അസറ്റാണ്. ഫിക്സ്റ്റേഴ്സ് നിങ്ങളുടെ അസറ്റാണ്. വെഹിക്കിൾസ് അസറ്റാണ്. ആൻഡ് ഓൾ അതർ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതൊക്കെ അസറ്റ്സ് ആണ്. ആ അസറ്റ്സിൻ്റെ അക്കൗണ്ടാണ്
റിയൽ അക്കൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്. Personal account, as the name suggests, accounts relating to persons with whom business deals. ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ട്സ് ആണ്. ബിസിനസ്സിന്റെ അല്ല, ബിസിനസ് ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത്, ടു ഹൂം ദ ബിസിനസ് ഡീൽസ്, ആരോടാണോ ബിസിനസ് ഡീൽ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ട് ആണ്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ സെയിൽസ് നടത്തി 10,000 രൂപയുടെ സെയിൽസ് നടത്തി, നമ്മൾ പണം വാങ്ങിയില്ല, കൊടുത്തത് എക്സിനാണ്. എക്സിന് 10,000 രൂപയുടെ സെയിൽസ് നടത്തി, അദ്ദേഹം സാധനം കൊണ്ടുപോയി അടുത്ത മാസം പണം തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഓർമ്മിച്ചെടുക്കണമല്ലോ അടുത്ത മാസത്തേക്ക് ഇത് തരുന്ന ദിവസത്തെക്കുറിച്ചും തരുന്നതിനെ കുറിച്ചും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. മിസ്റ്റർ എക്സ് അക്കൗണ്ട്, ദിസ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്. ടു ഹൂം ദ പേഴ്സൺസ് വിത്ത് ഹൂം ബിസിനസ് ഡീൽസ്, ആരുമായിട്ടാണോ ബിസിനസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി മിസ്റ്റർ വൈയിൽ നിന്നും നമ്മളൊരു 10,000 രൂപയുടെ സാധനം വാങ്ങി, വൈയിൽ നിന്നും ഇങ്ങോട്ട് വാങ്ങി, പണം കൊടുത്തില്ല. അപ്പോഴും നമുക്ക് ഇവരുടെ പേര് ഓർമ്മിച്ചെടുക്കണം. മിസ്റ്റർ വൈയുടെ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിനകത്ത് ഓപ്പൺ ചെയ്യണം. വൈയുടെ അക്കൗണ്ട് നമ്മുടെ ബുക്കിനകത്ത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, സോ വൈയുടെ അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നു. സോ ദാറ്റ് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് ബിക്കോസ് വൈ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓഫ്സ്. ബിസിനസ് ആരോടാണോ ഓഫ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് വൈ. ബിസിനസ്സിലേക്ക് ആരാണ് ഓഫ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് എക്സ്. അപ്പൊ എക്സിന്റെയും വൈയുടെ ഒക്കെ അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യണം. സോ ദാറ്റ് ഇസ് കോൾഡ് പേഴ്സണൽ അക്കൗണ്ട്. ബട്ട് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ അഗൈൻ ഡിവൈഡഡ് ഇൻടു 3 സബ് categories. Number 1, natural persons account. Natural persons account. Natural persons accounts are the accounts of human beings. Human beings, സാധാരണ മനുഷ്യരുടെ അക്കൗണ്ടാണ്. എന്ന് വെച്ചാൽ മിഥുൻസ് അക്കൗണ്ട്, രാമോസ് അക്കൗണ്ട്, ബഷീർസ് അക്കൗണ്ട്, ജോസഫ്സ് അക്കൗണ്ട്, ആൻഡ് ലളിതാസ് അക്കൗണ്ട്, ഗായത്രീസ് അക്കൗണ്ട്. സോ ദീസ് ആർ കോൾഡ് നാച്ചുറൽ പേഴ്സൺസ്. അത് നാച്ചുറൽ പേഴ്സൺസ് ആണ്, പേഴ്സൺ ആണ്. അപ്പോൾ അവരുടെ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ പറയുക ഈ നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. ആൻഡ് നമ്പർ 2, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആർ ദ പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ. നിയമം സൃഷ്ടിച്ച ആളുകളാണ്. നിയമം സൃഷ്ടിച്ചെന്ന് വെച്ചാൽ സ്ഥാപനങ്ങളാണ്. സോ ദീസ് ആർ ഓൾ ദി അക്കൗണ്ട്സ് ഓഫ് ഫേംസ്. കമ്പനീസ് അക്കൗണ്ട്, XYZ ലിമിറ്റഡ് കമ്പനീസ് അക്കൗണ്ട്, ബാങ്ക്സ് അക്കൗണ്ട്, കോളേജ് അക്കൗണ്ട്, പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അക്കൗണ്ട്, ഫേംസ് അക്കൗണ്ട്, ഓൾ കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൊമേഴ്സ്യൽ ഫേംസ് അക്കൗണ്ട്, എക്സെട്ര. അതൊരു സ്ഥാപനമാണ്, നോട്ട് എ പേഴ്സൺ, നോട്ട് എ ഹ്യൂമൻ ബീയിങ്, but it is an artificial person created by law. So if an account is opened for that artificial person, that account is called artificial person's account. Next, representative person's account. Representative person's account. Accounts indirectly representing a person. Indirectly representing a person. കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് എന്നുള്ളതാണ് ഇൻഡയറക്ട്ലി ഒരു വ്യക്തിയെ സൂചിപ്പിക്കുക എന്നുള്ളത്. അവിടെ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ പ്രാധാന്യം വരും. കൊടുക്കാനുള്ളത് ആർക്കാണ്, കിട്ടാനുള്ളത് ആർക്കാണ് എന്നുള്ളതാണ്. സോ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട് എക്സാമ്പിൾസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് അക്കൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് നേരത്തെ കൊടുത്തത് ആർക്കാണ് കൊടുത്തത്, സോ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട്, എക്സെട്ര. So these are all the representative persons account. Next, nominal accounts. Third one, nominal accounts. Nominal accounts are relating to income, revenue, gains, expenses and losses. So these are the accounts of incomes. എല്ലാ വരുമാനങ്ങളുടെയും അക്കൗണ്ടാണ്. ഗെയിൻസ്, ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളുടെയുമാണ്. ലോസസ്, എക്സ്പെൻസസ്, ചെലവുകളുടെ, നഷ്ടങ്ങളുടെ, ഇൻകത്തിൻ്റെ, ദെൻ ഗെയിൻസിൻ്റെ, റവന്യൂവിൻ്റെ, ഇതിൻ്റെ ഒക്കെ അക്കൗണ്ടാണ് ഈ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്സ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് ഇൻകം, റവന്യൂ, ഗെയിൻസ്, ലോസസ്, എക്സ്പെൻസസ്, എക്സെട്ര. ഫോർ എക്സാമ്പിൾ, റെന്റ് അക്കൗണ്ട് ചെലവാണ്, സാലറി അക്കൗണ്ട് ചെലവാണ്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ചെലവാകാം, ഡിസ്കൗണ്ട് റിസീവബിൾ ആണെങ്കിൽ റിസീവ് ചെയ്യുന്നത് വരവാകാം, കമ്മീഷൻ റിസീവ്ഡ് വന്നതാണ്, വരവാണ്, റവന്യൂ അക്കൗണ്ടാണ്, ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് വരവാണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരവാണ്, അതിൻ്റെ അക്കൗണ്ടാണ് ഈ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുക. എല്ലാ ചെലവുകളുടെയും വരവുകളുടെയും അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. So these are the accounts we have and other details of these accounts.
Now let us see a very important part as far as accounting is concerned, rules of accounting. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സിൻ്റെ റൂൾസിലേക്ക് പോവുകയാണ്. റൂൾസ് ഓഫ് അക്കൗണ്ട്സ് ഹിയർ. ഓക്കെ, റൂൾസ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, നമ്മൾ ഈ 3 അക്കൗണ്ടിൻ്റെ റൂൾസ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. സോ റൂൾസ് ഫോർ അസർട്ടൈനിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഇറ്റ് ഇസ് കോൾഡ് റൂൾസ് ഓഫ് അക്കൗണ്ട്സ്. റൂൾസ് ഓഫ് അസർട്ടൈനിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു ട്രാൻസാക്ഷനകത്ത് 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഫോർ each and every transaction we can see 2 aspects. 2 ആസ്പെക്റ്റ് ഉണ്ടാവും. ആൻഡ് ഹൗ വി can ascertain these 2 aspects from a particular transaction. ഒരു ട്രാൻസാക്ഷനിൽ നിന്നും എങ്ങനെയാണ് 2 ആസ്പെക്റ്റുകളെ വേർതിരിച്ചെടുക്കുക, കണ്ടുപിടിച്ചെടുക്കുക? So some rules are there. So those rules for ascertaining the debit and credit aspects of a transaction is called rules of accounting or rules of accounts. Okay, let us see the first one, real account. Real accounts are the accounts of assets or properties. Okay, the rule it is debit what comes in and credit what goes out. Debit what comes in and credit what goes out. ഒരു താളത്തിലായിരിക്കണം, റിതം ഉണ്ടാവണം ആ പറയുന്ന സമയത്ത് തന്നെ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്. ഇതിനെ പറയുക ഇംഗ്ലീഷ് അപ്രോച്ച് എന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ റൂൾസിനെയും ഇംഗ്ലീഷ് അപ്രോച്ച് എന്നാണ് പറയുക, ട്രഡീഷണൽ അപ്രോച്ച് എന്നും പറയും. So according to traditional approach, real account rule, it is debit what comes in. ഇങ്ങോട്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, അങ്ങോട്ട് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. When furniture is purchased, just a minute. Yes, come back. When furniture is purchased, furniture comes to the business. Furniture comes to the business. Debit what comes in. Furniture account is to be debited. Furniture account is to be debited. Furniture, it is an asset. Furniture, it is an asset. Therefore, it is a real account. Debit what comes in. Furniture account is to be debited. Next, while purchasing the furniture, we have to pay a required cash. That means that much amount. That means that cost of furniture is to be paid to that person. Okay, or to that firm. So when payment is made, cash goes out. Cash goes out. Cash is also an asset. Cash is also an asset. So cash is a real account. Real account. According to real account rule, credit what goes out. കയ്യിൽ നിന്ന് എന്താണ് പോകുന്നത്? ഫർണിച്ചർ കയ്യിലേക്ക് വരുന്നു, അസറ്റാണ് വന്നത്. മറ്റൊരു അസറ്റ് കയ്യിൽ നിന്ന് പോയി ക്യാഷ്. ഇങ്ങോട്ട് അസറ്റ് വന്നപ്പോൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പോയി, മറ്റൊരു അസറ്റാണ്. അങ്ങനെ പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, പോയതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. Therefore, furniture account debited and cash account credited. So this is real account. Okay, number 2, personal accounts. According to personal accounts, the rule is debit the receiver and credit the giver. Debit the receiver and credit the giver. റിസീവ് ചെയ്തയാളെ, ആരാണോ ഇത് റിസീവ് ചെയ്തത്, കൈപ്പറ്റിയത്, അദ്ദേഹത്തിന് ഡെബിറ്റ് ചെയ്യുക. ആർക്കാണോ കൊടുത്തത് അദ്ദേഹത്തിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ദ ഗിവർ, ആരാണോ കൊടുക്കുന്നത് അദ്ദേഹത്തിനെ ക്രെഡിറ്റ് ചെയ്യുക. റിസീവ് ചെയ്ത ആളെ ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, കൊടുക്കുന്നത് ആരാണ് അദ്ദേഹത്തിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സി അവിടെ പിന്നെ മിസ്റ്റർ എക്സ് 10,000 രൂപ തന്നു ഇങ്ങോട്ട്. എക്സ് 10,000 രൂപ തന്നെങ്കിൽ ഗിവർ എക്സ് ആണ്. കൊടുത്തത് 10,000 രൂപ കൊടുത്ത സ്ഥാപനത്തിൽ കൊടുത്താലും ഗിവർ എക്സ് ആണ്. എക്സ് പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്, അദ്ദേഹത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മൾ എക്സിന് കൊടുത്തു എന്ന് വിചാരിച്ചു, നമ്മളൊരു 10,000 രൂപ എക്സിന് കൊടുത്തു എങ്കിൽ എക്സ് റിസീവർ ആണ്. 10,000 രൂപ കൊടുത്തപ്പോൾ വാങ്ങിയത് എക്സ് ആണ് എങ്കിൽ ഈ എക്സിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്, അക്കൗണ്ട്സ് ഓഫ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, എല്ലാ ചെലവുകളെയും നമ്മുടെ നഷ്ടങ്ങളെയും ഡെബിറ്റ് ചെയ്യുക, എല്ലാ വരുമാനങ്ങളെയും
എല്ലാ ഗെയിൻസിനെയും നേട്ടങ്ങളെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസസ് മീൻസ് സാലറി നമ്മുടെ എക്സ്പെൻസ് ആണ്, വേജസ് നമ്മുടെ എക്സ്പെൻസ് ആണ്, പർച്ചേസസ് നമ്മുടെ എക്സ്പെൻസ് ആണ്, സ്റ്റേഷനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, മറ്റെല്ലാ എക്സ്പെൻസുകളും ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് ഓൾ ഇൻകംസ്, വരുമാനങ്ങളൊക്കെ ഡിവിഡൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓൾ ഇൻകംസ് ആർ ടു ബി ക്രെഡിറ്റഡ്. ഓക്കെ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. These are only 3 rules with regard to these 3 accounts. These rules of accounting, it is usually known as golden rule of accounting. Golden rule of accounting, according to English approach, given rules are called golden rule of accounting. Yes, that's all for today. Thank you.